ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഒരു വലിയ സ്ഫോടനം നടന്നിരിക്കുന്നു. മരണസംഖ്യ ഉയരുന്നു. 3 ചൈനീസ് പൗരന്മാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കറാച്ചിയിലെ ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ചൈനീസ് എഞ്ചിനീയർമാർ സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു വലിയ ടാങ്കറിന് സമീപം എത്തുമ്പോൾ ടാങ്കർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഈ ടാങ്കറിൽ ഒരു ടൈം ബോംബാണ് ഘടിപ്പിച്ചിരുന്നതെന്ന് ബലൂച്ച് ലിബറേഷൻ ആർമി പറയുന്നു. അവരാണ് ഈ സ്ഫോടനം നടത്തിയത് എന്ന് പറഞ്ഞ് അവരതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോഴും ഇത് തീവ്രവാദ ആക്രമണമാണ് എന്ന് പറയുന്നില്ല എങ്കിൽ കൂടി ചൈനീസ് എംബസി അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചൈനീസ് എംബസി പറയുന്നത് തങ്ങളുടെ ആയിരക്കണക്കിന് ജീവനക്കാർ, തങ്ങളുടെ ആയിരക്കണക്കിന് പൗരന്മാർ പാകിസ്ഥാനിലുണ്ട്. പാകിസ്ഥാനിൽ ചൈനയുടെ ഒരുപാട് പ്രൊജക്ടുകൾ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റുകളടക്കം. ഒപ്പം ബെൽറ്റ് ആൻഡ് റോഡ് സംരംഭത്തിലുമൊക്കെ 10,000-കണക്കിന് പേരാണ് ചൈനീസ് പൗരന്മാർ പാകിസ്ഥാനിലുണ്ട്. ഇതിനെതിരെ ബലൂചിസ്ഥാനിൽ വലിയ പ്രക്ഷോഭങ്ങളും മറ്റും നടന്നു വരികയായിരുന്നു. പാകിസ്ഥാനിലും വലിയ എതിർപ്പാണ് ഈ ചൈനീസ് പൗരന്മാർ പാകിസ്ഥാനിലുള്ളത്. ഇതിനു മുൻപും ചൈനീസ് പൗരന്മാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, വലിയ സ്ഫോടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പാകിസ്ഥാൻ നൽകുന്ന വിവരം 2 പേർ കൊല്ലപ്പെട്ടു, 8 പേർക്ക് പരിക്ക് എന്നാണ്. പക്ഷേ ഈ ചൈനീസ് വാഹന വ്യൂഹത്തിൽ എത്ര പേരുണ്ട് എന്ന് വെളിപ്പെടുത്താൻ ചൈനയും പാകിസ്ഥാനും ഇപ്പോൾ തയ്യാറായിട്ടുമില്ല. ഏതായാലും വലിയ സ്ഫോടനം ചൈനീസ് പൗരന്മാരെ കൊലപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാനിൽ നടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷം നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.